ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നും ഒരു ജോമെട്രി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടൊരു സർക്കിൾ വരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചെടുക്കാം. ഇനി ഈ സെയിം റേഡിയസിൽ തന്നെ ഈ സർക്കിളിന് ചുറ്റും നമുക്ക് സർക്കിൾസ് വരച്ചെടുക്കണം. അതിന് നമ്മൾ സർക്കിളിൻ്റെ സെൻറ്ററാക്കി വെക്കേണ്ടത് ആദ്യം വരച്ച സർക്കിളിൻ്റെ ഓരോ പോയിൻറ്റ്സും സെൻറ്റേഴ്സാക്കി വരുന്ന രീതിയിലാണ് ബാക്കി എല്ലാ സർക്കിൾസും വരച്ചെടുക്കേണ്ടത്. അടുത്തടുത്ത പോയിൻറ്റ്സ് വേണം നമ്മൾ സെൻറ്ററായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ സർക്കിൾസ് വരച്ചെടുക്കുക. ആദ്യം വരച്ച സർക്കിൾ നമ്മൾ പെൻസിൽ കൊണ്ടാണ് വരച്ചെടുത്തിട്ടുള്ളത്. ഈ സർക്കിൾ കംപ്ലീറ്റ് ആവുന്നവരെ ഓരോ പോയിൻറ്റ്സും സെൻറ്റേഴ്സാക്കി വരുന്ന രീതിയിൽ ഇതിന് ചുറ്റും സർക്കിൾസ് വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്തിരി സമയം എടുത്ത് ചെയ്യേണ്ട ഒരു ജോമെട്രിയാണിത്. ഞാനിവിടെ ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ടാണ് ഇത് വരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ ഇത് വരച്ചെടുക്കാം. വേറെ കളേഴ്സൊക്കെ ഉപയോഗിച്ചാൽ നല്ല അട്രാക്റ്റീവായിട്ട് കിട്ടും. ഇത് ബ്ലാക്ക് ഒന്നുകൂടെ എടുത്ത് കാണാൻ വേണ്ടിയിട്ട് ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. എത്ര അടുത്തടുത്തുള്ള പോയിൻറ്റ്സ് ആണോ നമ്മൾ റേഡിയസ് സെൻറ്ററായിട്ട് ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ ഇമേജിൻ്റെ ഭംഗി കൂടി വരും. കുറച്ച് ടൈം എടുക്കും. ഏകദേശം പകുതി ആയിട്ടുണ്ട്. ആദ്യം വരച്ച സർക്കിൾ കംപ്ലീറ്റ് ആവുന്നവരെ സർക്കിൾസ് വരച്ചെടുത്തുകൊണ്ടിരിക്കുക. ഇത് ഓൾമോസ്റ്റ് ഫിനിഷായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് സർക്കിൾ വരയ്ക്കുന്നുണ്ട്. ഇതോടുകൂടി നമ്മുടെ ഇമേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഇമേജാണ്. കുറച്ച് ടൈം എടുത്ത് വരയ്ക്കേണ്ടി വരുന്നു മാത്രം.